അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. വതനത്തിലേക്ക് പോയപ്പോൾ കണ്ടത് ഇതാണ്. വതനവാസിയായി ബ്രഹ്മബാബ ഇരിക്കുകയാണ്. എന്നാൽ ഇന്ന് കൂടെ മമ്മയെയും ബാബ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, കുട്ടി, ലോകത്തിൽ മാതാക്കളുടെ അനേകം രൂപങ്ങൾ ഉണ്ട്. എന്നാൽ മമ്മയെ ലക്ഷ്മിയുടെ രൂപത്തിൽ, ദുർഗയുടെ രൂപത്തിൽ, സരസ്വതിയുടെ രൂപത്തിൽ, ഇങ്ങനെ പല രൂപങ്ങളിൽ ഭക്തരായ കുട്ടികൾ മമ്മയെ പൂജിക്കുന്നു. എന്നാൽ ബ്രഹ്മബാബയുടെ സ്മാരകമായി ശിവന്റെ നന്ദിഗണമായി ഭക്തിയിൽ കാണിച്ചിരിക്കുന്നു. പക്ഷേ ലോകത്തുള്ളവർ അറിയുന്നില്ല. എന്നാൽ വിശേഷിച്ച് ബ്രഹ്മബാബയുടെ സ്മാരകം ഭാരതത്തിലും വിദേശത്തും 1-2 സ്ഥാനങ്ങളിൽ സ്മാരകം ആഘോഷിക്കുന്നു, ദിവസം ആഘോഷിക്കുന്നു. കുട്ടികളായ നിങ്ങൾ ബ്രഹ്മബാബയുടെ ശിവബാബയോടൊപ്പം ക്ഷേത്രങ്ങളിൽ കാണുന്നു. ബാബയുടേതായി മാറിയതിനു ശേഷം ബാബ് ദാദയുടെ ഡബിൾ പാർട്ടിൽ 2 പേരും ഒരുമിച്ച് പാർട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ ബാബ ചോദിച്ചു, ഏറ്റവും വലിയ പാർട്ട് ആരുടേതായിരിക്കും? ബാബ ചോദിച്ചത്, ബ്രഹ്മബാബയുടേതാണോ സരസ്വതി മാതാവിൻ്റേതാണോ? അപ്പോൾ ഒരു സെക്കൻഡ് ബാബയോട് എന്ത് പറയണം എന്ന ചിന്തയിൽ ആണ്ടുപോയി. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ മാതാവ് എന്ന വാക്ക് ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരുന്നു. സരസ്വതിയെയും മാതാവ് എന്ന് പറഞ്ഞ് ഭക്തർ വിശേഷിച്ച് ഓർമ്മിക്കുന്നു, ഭക്തിയിൽ ഓർമ്മിക്കുന്നു. ഭക്തിക്ക് സരസ്വതിയുടെ രൂപത്തിൽ കിച്ചടിയുടെ നിവേദ്യം അർപ്പിക്കുന്നു. കിച്ചടിയുടെയും ഫലങ്ങളുടെയും നിവേദ്യം അർപ്പിക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ മമ്മ സംഗമയുഗത്തിൽ അത്രമാത്രം ഗുപ്തമായിരുന്നു. ഗുപ്തമായ രീതിയിൽ മമ്മ തൻ്റെ പാർട്ട് അഭിനയിച്ചു, ഇത്രമാത്രം സേവനം ചെയ്തു. ബാബ പറഞ്ഞു, അതുകൊണ്ടാണ് ഭക്തരായ കുട്ടികൾ മമ്മയെ അനേകം രൂപത്തിൽ ഓർമ്മിക്കുന്നത്. ബാബയുടെ കുട്ടികളാണെങ്കിൽ മമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതിയുടെ രൂപത്തിൽ ഓർമ്മിക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബ്രഹ്മബാബയ്ക്കും മമ്മയുടെ കാര്യത്തിൽ വളരെയധികം അഭിമാനം ഉണ്ട്. ബാബ തന്നേക്കാൾ മുന്നിൽ മമ്മയെ വയ്ക്കുമായിരുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ഭക്തിയിലെ സ്മാരക രൂപത്തിലും വളരെയധികം പ്രസിദ്ധമായ രൂപത്തിൽ അനേകം രൂപങ്ങളിൽ മമ്മയെ ഓർമ്മിക്കുന്നു. എന്നാൽ മമ്മ എത്രത്തോളം ഗുപ്തമായിരുന്നു? ഗുപ്ത രീതിയിൽ മഹീനതയോടെ അന്തർമുഖിയായി ഇരുന്നു കൊണ്ട് മമ്മ പുരുഷാർത്ഥം ചെയ്തു. സദാ സംഗമയുഗത്തിൽ ബാബ മമ്മയെ മുന്നിൽ വച്ചു. മമ്മ സദാ ബാബയെ മുന്നിൽ വച്ചു. ബാബ പറഞ്ഞു, ഡ്രാമയെ സംഗമയുഗത്തിൽ ഈ ഒരു കളിയും ഉണ്ടായിരുന്നു. ബാബ പറഞ്ഞു, പഴയ കുട്ടികളും ഈ ഒരു കളി കണ്ടിട്ടുണ്ട്. പലപ്പോഴും പല കാര്യത്തിലും ബാബ മമ്മയെ മുന്നിൽ വയ്ക്കുമായിരുന്നു, മമ്മ ബാബയെ മുന്നിൽ വയ്ക്കുമായിരുന്നു. ബാബ പറഞ്ഞു, ഇന്ന് ബാബ വിശേഷിച്ച് മമ്മയെ, കാരണം എല്ലാവരും ജനുവരി മാസത്തിൽ ബ്രഹ്മബാബയുടെ ദിവസം ആഘോഷിച്ചു. എന്നാൽ ബാബയ്ക്ക് മമ്മയെ ഒരിക്കലും മറക്കുവാനാകില്ല. കാരണം ഭാവിയിൽ ലക്ഷ്മി നാരായണനാണ്. ബാബ പറഞ്ഞു, അതുകൊണ്ട് ബാബ വിശേഷിച്ച് മമ്മയെ വതനത്തിൽ എമർജ് ചെയ്തു. ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ബാബയ്ക്ക് പല ആത്മാക്കളുടെയും ഓർമ്മകൾ നൽകി. ബാബ വളരെ സ്നേഹത്തോടെ ആ ആത്മാക്കളെ എമർജ് ചെയ്തു.
ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.